ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ചെങ്ങന്നൂരിൽ സഹോദരനെ കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. തിട്ടമേൽ പ്രസന്നനെയാണ് ഇളയ സഹോദരൻ പ്രസാദ് കൊലപ്പെടുത്തിയത്. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, പ്രതി കുറ്റം സമ്മതിച്ചോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസ് നൽകുന്നത്? അനുജ, പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് കൊലപാതകം നടന്നത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. ഈ പ്രസന്നനും പ്രസാദും മാത്രം, ഇവരെ സഹോദരങ്ങളാണ്, ഇവർ മാത്രമാണ് വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. നിത്യേന ഇവർ മദ്യപിച്ച ശേഷം കുടുംബത്തിൻ്റെ സ്വത്തിനെ സംബന്ധിച്ചൊക്കെ തന്നെ സംസാരിച്ച് ബഹളമുണ്ടാക്കും, പരസ്പരം മർദ്ദിക്കുമായിരുന്നു എന്നൊക്കെ തന്നെ നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സംഭവിച്ചത്, ഇന്നലെ രാത്രി ഇരുവരും ചേർന്ന് മദ്യപിച്ച ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ശേഷം ഈ പ്രസന്നൻ, മൂത്ത സഹോദരനായ 47 വയസ്സുകാരനായ പ്രസന്നൻ മറ്റൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയി. ശേഷം വീട്ടിലേക്ക് വരുന്ന 1 മണി കഴിഞ്ഞാണ്. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് അമിതമായി മദ്യപിച്ച് വീട്ടിൽ ലക്കുകെട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഇളയ സഹോദരൻ പ്രസാദ്, 43-കാരനായ പ്രസാദ്, കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ എന്നിട്ട് നാട്ടുകാരോട് സഹോദരൻ മരിച്ചു കിടക്കുകയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി. പക്ഷേ പോലീസ് ഇവിടെ വന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയം തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രസാദ് തന്നെയാണ് തൻ്റെ ജ്യേഷ്ഠനെ പ്രസന്നനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ മറ്റൊരു സഹോദരനും ആത്മഹത്യ ചെയ്തിരുന്നു. അതും കൊലപാതകമാണോ എന്ന് പോലീസ് നിലവിൽ സംശയിക്കുകയാണ്. അന്നും മറ്റ് സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ആ കേസൊന്ന് ക്ലോസ് ചെയ്യുകയായിരുന്നു. എന്താണെങ്കിലും ചെങ്ങന്നൂർ പോലീസ് ഈ തിട്ടമിൽ നടന്ന കൊലപാതകത്തിൽ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയ അനിയൻ പ്രസാദിനെ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇയാൾ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മറ്റ് തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ്. എന്താണ് ഇയാളുടെ ഇന്റൻഷൻ, ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയ അനുജൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് മനീഷ് മഹിപാൽ നൽകിയ വിവരം.